എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എയർ ബാഗുള്ള വണ്ടികളിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ സീറ്റ് കവറൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രോങ്സിൽ നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ആംറസ്റ്റ് ആണ്, ഒറിജിനൽ ടൈപ്പ്. ഈ രീതിയിലാണ് വാഹനത്തിൽ നിലവിൽ വരുന്നത്. ഡെൽറ്റ പ്ലസ് സിഗ്മ ഈ വാഹനങ്ങൾക്കൊന്നും ആംറസ്റ്റ് വരുന്നില്ല. ഇതുപോലെ മാരുതിയുടെ ജെന്യുവൻ ആയിട്ടുള്ള ആംറസ്റ്റ് തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ചാർജിങ് പോർട്ടാണ് വാഹനത്തിൽ വരുന്നത്. അത് നമുക്ക് ഇളക്കി പുതിയ ആംറസ്റ്റിലേക്ക് ഫിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ USB ചാർജിങ് വേണമെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഈ രീതിയിലാണ് ആംറസ്റ്റ് ഫിറ്റ് ചെയ്യുന്നത്. ടോപ്പ് മോഡൽ എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ തന്നെയാണ് ആംറസ്റ്റിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ റിയർ AC ആക്ടിവേഷനും ചെയ്യാൻ സാധിക്കും. ഈ രീതിയിലുള്ള ഒറിജിനൽ ആംറസ്റ്റുകൾ വരുന്നത് ബ്രസ്സ, ബലേനോ, ഫ്രോങ്സ്, ഗ്ലാൻസ, ടൈസർ തുടങ്ങിയ വാഹനങ്ങൾക്കൊക്കെയാണ്. പിന്നീട് നല്ല ക്വാളിറ്റിയുള്ള ഉടൻ ആംറസ്റ്റുകൾ വരുന്നുണ്ട്. അത് ഏറെക്കുറെ എല്ലാ വാഹനങ്ങൾക്കും അവൈലബിൾ ആണ്. പിന്നീട് നമ്മളിതിനകത്ത് ഗാർവെയറിൻ്റെ ഒരു ബ്രാൻഡഡ് ഫിലിം ചെയ്യുന്നുണ്ട്. കൂടാതെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഡെൽറ്റ പ്ലസ് ഓപ്ഷണലാണ്. സീറ്റിൽ എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. എന്നാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. എയർ ബാഗും ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് മറ്റൊരു രീതിയിലുള്ള ബന്ധവുമില്ല. ഈ സീറ്റുകളുടെ ചാരിൽ മാത്രമാണ് എയർ ബാഗ് വരുന്നത്. ഇരിപ്പിൽ ഒരു രീതിയിലുള്ള കാര്യങ്ങളും വരുന്നില്ല. ഒരു വയർ മാത്രമാണ് താഴെകൂടെ വരുന്നത്. അത് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്ത് തിരിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് എയർ ബാഗ് വരുന്നത്. ഇതിന് പുറത്തുകൂടെ ഒരു ഫോം ഓൾറെഡി വരുന്നുണ്ട്. അതിന് പുറത്തുകൂടെ കമ്പനി തന്നെ ഒരു കവർ ചെയ്തിട്ട് സിബ് ഇട്ടിട്ടാണ് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സീറ്റ് കവറിൽ സിബ് അടിച്ചു കഴിഞ്ഞാൽ ഇതേ ഫംഗ്ഷനിൽ തന്നെ എയർ ബാഗ് വർക്ക് ചെയ്യും. പിന്നീട് ഇതുപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്.